അമ്മ എന്നടേ ഷോ ചിന്നു അപ്പച്ചി ഇല്ലാത്തോണ്ട് അമ്മക്ക് ഈ വീട്ടിലെ പണിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കണോ അല്ലേ? അതിന് ചിന്നു പറഞ്ഞതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്തോണ്ടിരുന്നേ. അങ്ങനെയാണ്. പക്ഷെ എന്നാലും അമ്മ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. അമ്മ എന്ത് പറ്റി? ഇവിടെ മോക്ക് അമ്മയോട് ഭയങ്കരമായിട്ട് സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകാണല്ലോ. എന്ത് പറ്റി? എന്തോ കാരണം ഉണ്ടല്ലോ. ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തോ ഒരു സങ്കടം. പാവം അമ്മ. നിനക്ക് വിഷമാവണോ? നിനക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ എന്നെ കൊണ്ട്? വല്ലതും കഴിക്കാൻ ഉണ്ടാക്കി തരണോ? വേണ്ട. പിന്നെ എന്തോന്ന്? അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ സഹായിച്ചാൽ. അയ്യോ അത് പറ്റില്ലമ്മ. എന്ത്? എനിക്ക് ഒരുപാട് പഠിക്കയില്ലേ, അതുകൊണ്ടാണ് ഞാൻ വരാത്ത. അല്ലെങ്കിൽ നീ സഹായിച്ചല്ലോ. അല്ലെങ്കിൽ സഹായം അമ്മയ്ക്ക് അറിയാലോ. അതമ്മ വിഷമിക്കണ്ട. മണിക്കൂട്ട് മാമ ഇങ്ങോട്ട് വരുമ്പോഴേ മാമിയും കൂടെ കൊണ്ടുവരാൻ പറയാം. അതാകുമ്പോ നിങ്ങക്ക് രണ്ടര കൂടെ ഒരുമിച്ച് പണിയെടുക്കാലോ. ആര് വരുന്ന? മണിക്കുട്ട മാമൻ. എന്നോട് ആര് പറഞ്ഞു? മാമൻ വിളിച്ചിരുന്നു. എന്നെ കാണാൻ ഇങ്ങോട്ട് ആരും വരണ്ട. അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ, അമ്മേരെ ചേട്ടനല്ലേ. ആ ബോധം അങ്ങേർക്കില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മണ്ടി ആക്കിക്കൊണ്ടിരിക്കുവല്ലോ. ഏറ്റില്ല അമ്മ. എന്താ അമ്മ? ഈ മാമി. ആരുടെ നിന്റെ മാമി? ഓ വരണ വരണ മാമി. അതെ മണി, ഇവിടെ ആരോ പറഞ്ഞിട്ട് മണിക്കൂട്ടം നാളെ മറ്റോ ഇങ്ങോട്ട് വരുമെന്ന്. എന്നോട് ആരും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടല്ലേ, നമ്മൾ എത്ര നാളിങ്ങനെ മിണ്ടാതെ പണങ്ങിയിരിക്കും അല്ലേ മണി? നിങ്ങൾക്ക് മിണ്ടണോ? ഏയ് വേണ്ടല്ലോ. ഇനി ആ വിഷയത്തെ പറ്റി സംസാരിക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, മണിക്കൂട്ടനെ നിന്റെ ഒരേ ഒരു ആംഗ്ലയാണ്. അറിഞ്ഞോണ്ട് മണിക്കൂട്ടൻ നിന്നെ ഒന്നും വേദനിപ്പിക്കില്ല. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതിന് ഇത്ര വാശി കാണിക്കുന്നതിന്. വെള്ളപൂശല് കഴിഞ്ഞോ? വെള്ളപൂശല് കഴിഞ്ഞോന്ന് മണിക്കൂട്ടൻ ചേട്ടന്റെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ പിണക്കം മാറാൻ പോണില്ല, ഞാൻ സംസാരിക്കാൻ പോണില്ല. പറ്റൂല, അത്ര തന്നെ. എന്തായാലും നാളെ മണിക്കൂട്ടം വരട്ടെ. അപ്പൊ കാണാം എന്റെ വിശ്വരൂപം. പിടിച്ചോ മണി. അയ്യോ മണിക്കൂട്ടെ, അതെ മണിക്കൂട്ടി ഭയങ്കര ദേഷ്യത്തില്ല. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മണിക്കൂട്ടി എന്ത് വേല കാണിച്ചത്? ഇപ്പൊ കേരള അങ്ങോട്ട് പോണ്ട. ആളിയുണ്ടായിരിക്കലയാ, എനിക്കല്ലോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അതെ ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയിട്ട് മണിക്കൂട്ടി എന്നിട്ടാവാ. ഒരു കലങ്ങി തെളിയാനും ഇല്ല. അളിയ മാറ മണിക്കൂട്ടാ, ഞാൻ പോട്ടെ. ഈ കൊള്ളി കൊണ്ടാണ് തല ചൊറിയാൻ പോണത്. എന്റെ തലയിലല്ലയോ ചൊറിയുന്നത്? മാറിയാ അണ്ണാ പോവലണ്ട. മണിക്കുട്ടി, മണിക്കുട്ടി വിളിക്കല്ലെന്ന് ഇറങ്ങി വഴി. എന്റെ വീടിന്റെ മുന്നിൽ വന്നിരിക്കാൻ നിങ്ങൾക്ക് എവിടെ ധൈര്യം വന്നു? മണിക്കുട്ടി ഈ സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അമ്മയാണ് സത്യം ഞാൻ ഇത് എറിഞ്ഞു പറ്റിച്ചു. എറിയും. നിന്റെ പൊന്നാങ്ങളെയാ പറയുന്നത്. ഏത് പൊന്നാങ്ങളെ? എന്റെ അച്ഛൻ ഒരു മോളേ ഉള്ളൂ. ഈ മോന്ത നിങ്ങൾ തലയെ കൊണ്ടിട്ടേ വീഴുള്ളൂ. ചേട്ടാ നീ എന്റെ കയ്യാണ് ഒടിഞ്ഞത്. മണി മണി വേണ്ട. അയ്യോ എന്റെ അച്ഛൻ. സ്വപ്നമായിരുന്നു. ഈശ്വരാ.
ഓർക്കാപ്പുറത്തുള്ള ഏറായിരുന്നു. തന്നല്ലേ? ഏകദേശം എത്ര മണിക്കായിരിക്കും ഇത് കണ്ടത്? 4-4:30 മണിയാവും. 4:30 മണിയാ? അയ്യോ, അപ്പൊ ഉറപ്പായിട്ട് മരിക്കും. വന്നാ മണിക്കൂറെണ്ണ വന്നാ മണിക്കൂട്ടൻ വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിനക്ക് വന്നേ പറ്റുള്ളൂ. വരല്ലേന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ എന്തായാലും വരുമല്ലോ. അതൊക്കെ വിട്. അച്ഛൻ ഒരു സ്വപ്നം കണ്ടു. മണിക്കുട്ട മാമൻ പറഞ്ഞായിട്ട്. എന്നിട്ട് അച്ഛന്റെ തലയിൽ മൊന്തോണ്ട് ഏറും കിട്ടി. ചിരിക്കണ? എന്റെ പൊന്നാണ് അണ്ണ 24 മണിക്കൂർ ഇങ്ങനെ മണിക്കൂട്ടം വരും. എനിക്ക് ഏറെ കിട്ടും ചോദിച്ചോണ്ടിരുന്ന ഏറെ തന്നെ കിട്ടും. എത്ര രൂപയായി? 50. 50. 40 ഉണ്ട്. അത് പറ്റൂല. അത് മതി. വിട്ടോ. അതെ, മണിക്കുട്ടിയാണെങ്കിൽ പുറത്ത് പോയിരിക്കാണ്. ഇപ്പൊ വരുന്നു പറഞ്ഞൂടാ. കടയില് കടയിൽ പോയിക്കണ? ഏത് കടയിൽ? സൂപ്പർ മാർക്കറ്റില്. ഇപ്പൊ മുങ്ങ എവിടെ? ഞാൻ അങ്ങ് പോട്ടെ. അണ്ണ എന്തായാലും ഏറ് വാങ്ങിക്കും. രാമ, മണിക്കുട്ടൻ സന്തോഷം. കോളം തകഞ്ഞില്ലേ? ആ മണിക്കൂട്ടണ്ണ വേണ സുഖം തന്നെ അണ്ണാ. അങ്ങനൊക്കെ അങ്ങ് ജീവിച്ചു പോന്നട്ടാ. ശരി, നിനക്ക് സുഖമാണോ? കഴിഞ്ഞു. സുഖം കഴിഞ്ഞു. പിന്നെ മോക്കോ സുഖാന്നോടി? മെനഞ്ഞാന്ന് വരെ സുഖമായിരുന്നു. അത് കഴിഞ്ഞു പോയി. പിന്നെ അളിയന് സുഖമായിരിക്കുമല്ലോ. ഓ, മാമിക്ക് സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു. അല്ല, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ? അണ്ണൊരു കാര്യം അറിഞ്ഞോണ്ടല്ലേ? ഇല്ല. ചേട്ടത്തി ഇപ്പൊ വരും. അല്ല, അത് പെങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്ത് മാർഗം? അതൊക്കെ ഉണ്ടളിയാ. ഒരു സഹോദരന്റെ രോദനം. അവള് കടയിൽ പോയിരിക്കുന്നു. ആണോ? ഭാഗ്യം. സത്യം പറഞ്ഞാലേ ഈ സമയത്ത് എനിക്ക് വീട്ടിലോട്ട് കയറാനുള്ള ഒരു അവസരമുണ്ട്. അവള് വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നമാണ്. കറക്റ്റ് കാര്യമാണ്. ഞാൻ അകത്തോട്ട് കയറാം. പിന്നെന്ത്? കേറി കഴിഞ്ഞാ പിന്നെ പുറത്തോട്ട് ഇറങ്ങരുത്. അതെന്താ? പിന്നെ കയറാൻ പറ്റൂല. ഏതായാലും ഞാനിപ്പോ കയറട്ടെ. അണ്ണ കയറണം. അണ്ണ വലുതാലോ വെച്ച് കയറിക്കോ. അണ്ണാ, മണിക്കൂട്ടൻ ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങ് പോയിട്ട് മറ്റന്നാൾ വരാണ്ണ. എവിടെ? നീ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങി പോലെ നീ അങ്ങോട്ട് പോ. ഓഹോ, പോയിട്ട് വരാം. നീ അങ്ങോട്ട് ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പോവാം. അങ്കിളെ, മണിക്കുട്ട മാമന്റെ ഒരു വെടിയടി. വെടിയടി? അല്ല, പുളുവടി. പുളുവടി സഹിക്കാൻ വയ്യ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. കറക്റ്റ് ആണ്ടി. ഞാൻ നോക്കപ്പോഴേ നിന്റെ അച്ഛൻ അവിടെ എടുത്ത് 6 കൊല്ലാണ്. അടിത്തറയൊക്കെ ഇളകി നിൽക്കേണ്ടി കൊണ്ട് മാറി ഇരിക്കല്ലേ. സൂക്ഷിക്കണം കേട്ടോ. ഇനി എന്തോ സൂക്ഷിക്കാനടി. അതെ, മാമന്റെ ദയനീയ ഭാവവും സങ്കടപ്പെട്ടുള്ള മുഖം ഒന്നും കണ്ട് അമ്മ മയങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കും തോന്നണില്ല. അത് അങ്ങേർക്ക് തോന്നില്ല. അതാണ് അങ്ങേര് ഭാര്യ വിളിച്ചോണ്ടൊന്ന് മുങ്ങിക്കളഞ്ഞു. മാമിക്ക് മുട്ടിഞ്ഞ ധൈര്യം ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്നേ പറ്റുള്ളൂ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒന്നും ഒരിടത്തുണ്ട് ഭയങ്കര ധൈര്യം. കാര്യം നമുക്കല്ലേ അറിയാം. ഞാനേ രവിളിയനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന. നമ്മൾ കണ്ടായിരുന്നു. അല്ല, ഞങ്ങളിത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ രവിളിയന് ഇരുന്നുറങ്ങി. അണ്ണ ഇരുത്തി ഉറക്കിന്ന് പറ. അതൊക്കെ പോട്ടെ. നീ എന്താ ശ്രീകുട്ടി മാമിയെ വിളിക്കാത്തത്? ശ്രീകുട്ടി മാമിയെ വിളിക്കാത്തത് നിന്റെ അടുത്തൂടാ പറഞ്ഞത്. രണ്ടുപേരും വിളിക്കണം. നിങ്ങൾ വിളിക്കുന്ന നമുക്ക് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടില്ല. അതാ. ഗ്യാപ്പ് കിട്ടിയാ വിളിക്കണം. വിളിക്കും. തീർച്ചയായിട്ടും. അതൊക്കെ പോട്ടെണ്ണ. അണ്ണന്റെ പ്ലാൻ എന്തോന്നാണ്? ഇനിയിപ്പോ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാ ഞാനും ശ്രീകുട്ടിയും കൂടെ ഒരാഴ്ച മണവുണാലിക്കൊന്ന് പോണം. മണവുണാലി? കുളുമണാലി. കുളുമണാലിക്ക് ഒരാഴ്ച ഞങ്ങളൊന്ന് ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് പോകണം. അതൊന്നും അല്ല ഞാൻ ചോദിച്ചു. അണ്ണന്റെ ഇവിടുത്തെ പ്ലാൻ എന്തോന്നാ? ഇവിടുത്തെ പ്ലാനോ? അതിപ്പം മണിക്കുട്ടി വരട്ടെ.
മണിക്കുട്ടിയായിട്ട് കാര്യങ്ങള് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എന്താ കാര്യം? അല്ല, ഞങ്ങളുടെ കല്യാണം കഴിയേണ്ട കാര്യങ്ങളെ ആ അങ്ങനെ അവളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കും. അത് ഞാൻ എത്തിക്കും. ഒത്തുതീർപ്പില്ല? ഒത്തുതീർപ്പിൽ എത്തിക്കും. അതിനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ട്. ഉണ്ട്. ചേട്ടത്തി ഹേ, വന്നാൽ അണ്ണ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കായിരുന്നു. കാര്യം എനിക്ക് ഇവിടെ കിട്ടി. അണ്ണനെ മണിക്കൂറണ്ണ, അണ്ണ ഒന്നും ചോദിക്കാനും പോണില്ല, ഇവിടെ ഒന്നും പറയാനും പോണില്ല. നമ്മൾ ഏതായാലും പെടും. ഇങ്ങനെ പറയും നമ്മളാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചെന്ന്. നീ ഇപ്പൊ ഓടി എവിടെയെങ്കിലും എത്തും. ബാ. അയ്യോ ഇരി, അവിടെ നിന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അല്ലല്ല, ചീക്കുട്ടിയെ വിളിക്കുന്ന കാര്യം മറക്കരുത്. അങ്കിൾ ആ, ഞങ്ങളുടെ കുളുവണാലി എന്തായി തീരുവോ എന്തോ.